ദീപാരാധന മലയാളം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക്. വിശ്വവിഖ്യാതമായ മഹാഭാരതത്തിൽ പ്രൗഢയായ ഒരു വനിതയുണ്ട്. ആ സ്ത്രീ കൃഷ്ണനെപ്പോലും ശപിക്കാൻ കഴിവും കരുത്തുമുള്ളവളായിരുന്നു. ഇന്നത്തെ വീഡിയോയിലെ പ്രതിപാദ്യം ആ മഹതിയുടെ ജീവിതമാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യൂ. വീര്യവും ജ്ഞാനവും ധർമ്മവും ഇഴചേർന്ന് ഒരു കഥാപാത്രം, അവളുടെ പ്രതിരോധശേഷി, ത്യാഗം, നിശബ്ദ ശക്തി എന്നിവയാൽ വേറിട്ടു നിൽക്കുന്നു ഹസ്തിനപുരയിലെ രാജ്ഞിയായ ഗാന്ധാരി. അവളുടെ കഥ വാളുകളുടേതോ രാഷ്ട്രീയമോ അല്ല. സുബല രാജാവിന്റെ മകൾ, സമ്പന്നമായ ഗാന്ധാരാജ്യത്തിലെ രാജകുമാരിയായിരുന്നു ഗാന്ധാരി. ബുദ്ധി, സൗന്ദര്യം, ആഴത്തിലുള്ള ആത്മീയത എന്നിവയ്ക്ക് പേരുകേട്ട അവൾ മഹത്വത്തിന് വിധിക്കപ്പെട്ടവളായിരുന്നു. എന്നിട്ടും അന്ധനായ ധൃതരാഷ്ട്രരെ വിവാഹം കഴിച്ചതോടെ അവളുടെ ജീവിതം അപ്രതീക്ഷിത വഴിത്തിരിവായി. ഭർത്താവിന്റെ അവസ്ഥയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ അടയാളമെന്ന നിലയിൽ ഗാന്ധാരി സ്വയം കണ്ണുകൾ കറുത്ത ശീല കൊണ്ട് മൂടുവാൻ തീരുമാനിച്ചു. നിസ്വാർത്ഥമായ ഈ പ്രവൃത്തി ഒരു വ്യക്തിപരമായ തീരുമാനമായിരുന്നില്ല. കാഴ്ചയുടെ ലോകത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ച് അവന്റെ അനുഭവങ്ങളിൽ പങ്കുചേരാനുള്ള അവളുടെ പ്രതിബദ്ധതയുടെ പ്രതീകമായിരുന്നു അത്. ദിവ്യാനുഗ്രഹങ്ങൾ കാരണം അവൾ കൗരവരുടെ 100 പുത്രന്മാരുടെ അമ്മയായി. അവൾക്ക് ദുശ്ശള എന്നൊരു മകളും ഉണ്ടായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിനും അവളുടെ 100 പുത്രന്മാരുടെ അന്ത്യത്തിനും ശേഷം ഗാന്ധാരി കൃഷ്ണനെ ശപിച്ചു. അത് അവന്റെ വംശത്തിന്റെ നാശത്തിലേക്ക് നയിച്ചു. ഗാന്ധാരി കൃഷ്ണനെ ശപിച്ചത് ഇപ്രകാരമായിരുന്നു: 36 വർഷങ്ങൾക്കു ശേഷം ബന്ധുജനങ്ങളെ നീ വധിക്കും. ശേഷം ഒരു അനാഥനെ പോലെ നീ വധിക്കപ്പെടും. ഗാന്ധാരിയെ മതി ദേവിയുടെ അവതാരമായി കണക്കാക്കുന്നു. അവൾ ശകുനിയുടെ സഹോദരിയുമായിരുന്നു. ഒരു കന്യകയെന്ന നിലയിൽ തപസ്സിലൂടെ ശിവനെ ആകർഷിക്കുകയും 100 കുട്ടികളെ പ്രസവിക്കാനുള്ള വരം അവൾ നേടുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു. ഇതര പതിപ്പുകളിൽ അവളുടെ കൃപയും ഉദാര സ്വഭാവവും കൊണ്ട് വേദവ്യാസനെ ആകർഷിച്ചതായി പറയപ്പെടുന്നു. കുരുരാജ്യത്തിന്റെ മൂത്ത മരുമകളായി ഗാന്ധാരിയെ ഭീഷ്മർ തിരഞ്ഞെടുത്തതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ അനുഗ്രഹമാണെന്ന് പറയപ്പെടുന്നു. ഇത് സിംഹാസനം ഒഴിഞ്ഞുകിടക്കുമെന്ന ആശങ്കയ്ക്ക് അറുതി വരുത്തും. മഹാഭാരതം അവളെ ഭക്തയായ സ്ത്രീയായും സുന്ദരിയും സദ്ഗുണസമ്പന്നയായും ചിത്രീകരിച്ചു. അവരുടെ വിവാഹം ഭീഷ്മർ നിശ്ചയിച്ചു. തന്റെ സഹോദരിയുടെ പ്രതിശ്രുതവരൻ അന്ധനാണെന്ന് അറിഞ്ഞ് അവളുടെ സഹോദരൻ ശകുനി രോഷാകുലനായതിനാൽ കഥയുടെ കേന്ദ്ര സംഘർഷത്തിന്റെ പ്രധാന കാരണമായി മഹാഭാരതം അവളുടെ വിവാഹത്തെ ചിത്രീകരിക്കുന്നു. വ്യാസന്റെ മഹാഭാരതം ഗാന്ധാരിയെ ധൃതരാഷ്ട്രരുമായി വിവാഹം ചെയ്യുന്നതിനെ ശകുനി എതിർത്തതായി പരാമർശിക്കുന്നില്ല. മഹാഭാരതം ആദിപർവം അനുസരിച്ച് ശകുനി ഗാന്ധാരിയെ വിവാഹത്തിനായി ഹസ്തിനപുരത്തിലേക്ക് കൊണ്ടുവന്നു. ഗാന്ധാരിയെ കുരുമൂപ്പന്മാർ സ്വാഗതം ചെയ്യുകയും ശകുനി ഹസ്തിനപുരത്തിന് ധാരാളം സമ്മാനങ്ങൾ നൽകുകയും തന്റെ രാജ്യത്തേക്ക് മടങ്ങുകയും ചെയ്തു. മൂത്ത മകനായിരുന്നിട്ടും അന്ധത കാരണം അവളുടെ ഭർത്താവായ ധൃതരാഷ്ട്രർക്ക് സിംഹാസനം നിഷേധിക്കപ്പെട്ടു. സിംഹാസനം അവന്റെ ഇളയ സഹോദരനായ പാണ്ഡുവിലേക്ക് പോയി. കിംവദന്തിയുടെ ശാപത്തിനു ശേഷം പാണ്ഡു പശ്ചാത്തപിക്കുന്നതിനായി തന്റെ രാജ്യം ത്യജിച്ചു. ഈ സംഭവവികാസത്തോടെ അവളുടെ ഭർത്താവ് ഹസ്തിനപുരത്തിന്റെ രാജാവായി. കിരീടധാരണം ചെയ്യുകയും അവൾ രാജ്ഞിയാകുകയും ചെയ്തു. ഒരിക്കൽ തളർന്നുപോയ വേദവ്യാസൻ ഗാന്ധാരിയുടെ കൊട്ടാരത്തിലെത്തി. വ്യാസൻ ഗാന്ധാരിയുടെ ആതിഥ്യ മര്യാദയിൽ ആകൃഷ്ടനാവുകയും അവൾക്ക് ഒരു വരം നൽകുകയും ചെയ്തു. ശക്തിയിലും നേട്ടങ്ങളിലും തന്റെ യജമാന് തുല്യരായ ഓരോ പുത്രന്മാരും ഉണ്ടായിരിക്കണം എന്ന് അവൾ ആഗ്രഹിച്ചു. അവൾ ഗർഭിണിയായെങ്കിലും അസാധാരണമാം വിധം 2 വർഷത്തോളം കുട്ടിയെ വഹിച്ചു. പിന്നീട് കുന്തി പാണ്ഡവരിൽ മൂത്തവനെ പ്രസവിച്ചുവെന്ന് കേട്ടപ്പോൾ നിരാശയോടെ അവൾ അവളുടെ വയറ്റിൽ അടിച്ചു. അത് കഠിനമായ മാംസപിണ്ഡം ആയിരുന്നു. കുരുമൂപ്പന്മാർ മാംസപിണ്ഡം ഉപേക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ വേദവ്യാസൻ അവിടെ എത്തി. വ്യാസന്റെ മുമ്പിൽ അവൾ കുന്തിയോട് തനിക്കുള്ള അസൂയ സമ്മതിക്കുകയും വേദവ്യാസ മഹർഷി തന്ന വരത്തെക്കുറിച്ച് പരാതിപ്പെടുകയും ചെയ്തു. താൻ ഒരിക്കലും അസത്യം പറഞ്ഞിട്ടില്ലെന്ന് വേദവ്യാസൻ ഉറപ്പു നൽകി. 100 പാത്രങ്ങൾ നിറയെ വെണ്ണ ഉടനെ കൊണ്ടുവന്ന് അവ മറിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വയ്ക്കട്ടെ. മാംസപിണ്ഡം 100 ഭാഗങ്ങളായി മുറിച്ചെങ്കിലും തനിക്ക് ഒരു മകളെ വേണമെന്ന് ഗാന്ധാരി വെളിപ്പെടുത്തിയപ്പോൾ പിണ്ഡം ഒരിക്കൽ കൂടി മുറിച്ച് 101 ഭാഗമാക്കി.
പിന്നെ മറ്റൊരു പാത്രം കൊണ്ടുവന്നു. അതിൽ മകൾക്കായി ഉദ്ദേശിച്ച ഭാഗം ഇട്ടു. വെള്ളം തളിച്ച് ഈ മാംസഭാഗങ്ങൾ 1 മാസത്തിനുള്ളിൽ ഗാന്ധാരിയുടെ 100 പുത്രന്മാരായി വികസിച്ചു. അവളുടെ ആദ്യ പുത്രൻ ദുര്യോധനന്റെ പിറവിക്ക് ശേഷം അനേകം ദുശ്ശഗുണങ്ങൾ സംഭവിച്ചു. കുട്ടി കഴുതയെപ്പോലെ കരയാൻ തുടങ്ങി. അക്രമമായ കാറ്റും വിവിധ ദിശകളിൽ തീയും ഉണ്ടായി. ഭയചകിതനായ ധൃതരാഷ്ട്രർ തന്റെ ആദ്യജാതന്റെ സിംഹാസനത്തിന്റെ സാധ്യതയെക്കുറിച്ച് വിതുരരെയും ഭീഷ്മരെയും മറ്റു കുരുക്കളെയും എണ്ണമറ്റ ബ്രാഹ്മണനെയും വിളിച്ചുവരുത്തി. ദുശ്ശഗുണങ്ങൾ നിരീക്ഷിച്ച വിതുരനും ബ്രാഹ്മണനും രാജാവിനോട് തന്റെ ആദ്യജാതനെ ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ചു. കാരണം കുട്ടിക്കുരു വംശത്തിന് നാശമുണ്ടാക്കും. തന്റെ ആദ്യജാതനോടുള്ള പിതൃസ്നേഹത്താൽ അവൻ ഈ ഉപദേശം അവഗണിക്കാൻ തീരുമാനിച്ചു. മഹാഭാരത യുദ്ധത്തിനു ശേഷം ഗാന്ധാരി കൃഷ്ണനെ ശപിച്ചു. അവന്റെ വംശമായ യാദവർ തന്റെ മക്കൾ നശിച്ചതുപോലെ നശിക്കും. കൃഷ്ണൻ ശാപം സ്വീകരിച്ചു. യുദ്ധം കഴിഞ്ഞ് 36 വർഷങ്ങൾക്ക് ശേഷം യാദവർ മദ്യപിച്ച് ജീവിതം ആസ്വദിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമായി. കൃഷ്ണന്റെ പുത്രനെ ഇരുമ്പ് തണ്ട് ജനിപ്പിക്കാൻ ശപിച്ച ഋഷികളെ അവർ കളിയാക്കാൻ തുടങ്ങി. ഇരുമ്പ് തണ്ട് തകർന്നു സമുദ്രത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. പക്ഷേ കരയിലേക്കും ആയുധങ്ങളിലേക്കും തിരികെ എത്തി. അത് കൃഷ്ണൻ ഉൾപ്പെടെ എല്ലാ കുലത്തിലെ അംഗങ്ങളെയും നശിപ്പിച്ചു. തന്റെ മൂത്തമകൻ ദുര്യോധനനെ രക്ഷിക്കാൻ വേണ്ടി ഗാന്ധാരി ഒരു ഉദ്ദേശപരമായ അപഖ്യാതി പറഞ്ഞതായി വിശ്വസിക്കപ്പെടുന്നു. അവൾ തന്റെ എല്ലാ ശക്തിയും ഒറ്റനോട്ടത്തിൽ തന്റെ മകന്റെ ശരീരത്തിലേക്ക് പകർന്നു. ദുര്യോധനന്റെ അരക്കെട്ടൊഴികെ ശരീരം മുഴുവനും ഇടിമിന്നൽ പോലെ ശക്തമാക്കി. അമ്മയെ കാണുന്നതിനു മുമ്പ് തന്റെ സ്വകാര്യ ഭാഗങ്ങൾ മറയ്ക്കാൻ ദുര്യോധനനോട് ആവശ്യപ്പെട്ട് കൃഷ്ണൻ ഗാന്ധാരിയുടെ പദ്ധതി പരാജയപ്പെടുത്തി. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 18-ാം ദിവസം അവരുടെ നിർണായക ഏറ്റുമുട്ടലിൽ ഭീമൻ ദുര്യോധനന്റെ തുടകൾ തകർത്തു. വേദവ്യാസൻ രചിച്ച മഹാഭാരതത്തിന്റെ യഥാർത്ഥ പതിപ്പിൽ ഈ കഥയുടെ പ്രചാരം ഉണ്ടായിരുന്നിട്ടും പരാമർശിച്ചിട്ടില്ല. വ്യാസന്റെ മഹാഭാരതമനുസരിച്ച് ഭീമനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ദുര്യോധനൻ തന്റെ മികച്ച ഗതകൗശലം പ്രകടിപ്പിച്ചു. അതിനാൽ ഭീമന് അവനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവനെ കൊല്ലാൻ നിയമങ്ങൾ ലംഘിക്കേണ്ടി വന്നു. ഗാന്ധാരിയുടെ എല്ലാ പുത്രന്മാരും കുരുക്ഷേത്രയിൽ വെച്ച് പാണ്ഡവരോട് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. പ്രത്യേകിച്ച് ഭീമന്റെ കൈകളാൽ. വാർത്ത കേട്ടയുടനെ കണ്ണടച്ച ഒരു ചെറിയ വിടവിലൂടെ അവളുടെ നോട്ടം യുധിഷ്ഠിരന്റെ കാൽവിരലിൽ പതിച്ചതായി പറയപ്പെടുന്നു. അവളുടെ ക്രോധവും ശക്തിയും കാരണം വൃത്തിയുള്ള കാൽവിരൽ കറുത്തു. പാണ്ഡവരുടെ എല്ലാ പുത്രന്മാരുടെയും മരണവാർത്ത കേട്ടപ്പോൾ ഗാന്ധാരി പാണ്ഡവരെ ആലിംഗനം ചെയ്യുകയും അവരുടെ നഷ്ടത്തിൽ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. മഹത്തായ യുദ്ധം കഴിഞ്ഞ് 36 വർഷങ്ങൾക്ക് ശേഷം അവളുടെ ശാപം അതിന്റെ വഴിത്തിരിവായി. ഒരു ഉത്സവത്തിൽ യാദവർ തമ്മിലുള്ള പോരാട്ടത്തിൽ യദുരാജവംശം നശിച്ചു. 126 വർഷം ജീവിച്ചതിനു ശേഷം കൃഷ്ണൻ തന്റെ സ്വർഗീയ വാസസ്ഥലത്തേക്ക് ഉയർന്നു. ഗാന്ധാരി തന്റെ ഭർത്താവ് ധൃതരാഷ്ട്രർ, സഹോദരി ഭർത്താവ് വിതുരർ, സഹോദരി കുന്തി എന്നിവരോടൊപ്പം യുദ്ധം കഴിഞ്ഞ് ഏകദേശം 15 വർഷത്തിനു ശേഷം തപസ്സിനായി ഹസ്തിനപുരി വിട്ടു. അവൾ ധൃതരാഷ്ട്രർ, വിതുരർ, കുന്തി എന്നിവർക്കൊപ്പം ഹിമാലയത്തിൽ കാട്ടുതീയിൽ മരിച്ചുവെന്നും മോക്ഷം പ്രാപിച്ചുവെന്നും പറയപ്പെടുന്നു. ധർമ്മം പിന്തുടരാനും പാണ്ഡവരുമായി സന്ധി ചെയ്യാനും അവൾ തന്റെ മക്കളെ ആവർത്തിച്ച് ഉദ്ബോധിപ്പിച്ചു. കുരുക്ഷേത്ര യുദ്ധസമയത്ത് ദുര്യോധനൻ വിജയത്തിന്റെ അനുഗ്രഹം ചോദിക്കുമ്പോൾ ഗാന്ധാരി പറയുക, വിജയം നീതിയുടെ വശം കണ്ടെത്തട്ടെ എന്ന് മാത്രം. ഗാന്ധാരിയുടെ പ്രധാന പോരായ്മ അവളുടെ പുത്രന്മാരോട്, പ്രത്യേകിച്ച് അവളുടെ ആദ്യജാതനായ ദുര്യോധനോടുള്ള അവളുടെ സ്നേഹമായിരുന്നു. അത് പലപ്പോഴും അവന്റെ ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവത്തിന് അവളെ അന്ധയാക്കി. മഹാഭാരതത്തിൽ നിന്നെടുത്തിട്ടുള്ള ഗാന്ധാരിയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ ഇവ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. ഏവർക്കും ശുഭദിനം.